ഉമ്മർ ഫൈസിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആദ്യം നിങ്ങൾ പള്ളികൾക്കോടുള്ള മക്ബറകളിലുണ്ടല്ലോ, സന്ധ്യാസമയത്ത് നിങ്ങൾ എല്ലാ മക്ബറകളിലും ഒരുവിധമുള്ള മക്ബറകളിലൊക്കെ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നുണ്ട് അല്ലേ? എന്നിട്ടാണോ ഈ ഒരു ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ ഫാത്തിമ തൈലി MLA അവരൊരു പരിപാടിക്ക് വിളിച്ച് അവരതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വിളക്ക് കൊളുത്തേണ്ടി വന്നു. അതിന് നിങ്ങളിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? അത് ജനങ്ങൾ തീരുമാനിച്ചതാണ് അവരെ MLA ആക്കണമെന്ന്. അങ്ങനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ്. അവരുടെ മുന്നിൽ ഞാൻ വിളക്ക് കത്തിക്കൂല, ഞാൻ ഇനി പർദ്ദയിടാതെ പുറത്തിറങ്ങൂല, ഇനി വെള്ളിയാഴ്ച പുറത്തിറക്കാൻ അയക്കൂല, ഇങ്ങനെയൊന്നും നിയമങ്ങൾ പറയാൻ പറ്റൂല. ജനങ്ങളിലെ എല്ലാവരും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ് അവരെ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പള്ളികളിൽ, കേരളത്തിലുള്ള പല പള്ളികളിലും മക്ബറ ഉണ്ടാക്കി അവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട്. അതാണ് മാറ്റേണ്ടത്. അതാദ്യം മാറ്റാൻ നോക്കണം. അത് സ്ഥലം മാറിയതാണ് നിങ്ങൾക്ക് പ്രശ്നമായത് അല്ലേ? സ്ഥലം മാറിയപ്പോൾ നിങ്ങൾക്കത് പ്രശ്നമായി. ആ നാട്ടുകാർ അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ മുസ്ലിമാണ് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവർ എല്ലാവരും വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചത്. പിന്നെ അവരൊരു പരിപാടിക്ക് ചെല്ലുമ്പോൾ അവിടെ നിലവിളക്ക് കൊളുത്താൻ പാടില്ല, അവിടെ ഹൈന്ദവരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റൂല, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് കേരളത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ ഉസ്താദെ. ആദ്യം നമ്മളെ സമുദായത്തിൽ തന്നെ ഒരുപാട് പള്ളികളിൽ, നമ്മളെ പള്ളികളിൽ തന്നെ ഉണ്ട് ഒരുപാട് നിലവിളക്കുകൾ കൊളുത്തുന്ന പള്ളികൾ. സന്ധ്യാസമയത്ത് രാവിലെ ഇവിടെയൊക്കെ പല മക്ബറകളിലും ഞാൻ കണ്ടിട്ടുള്ളതാ. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. കേരളത്തിൻ്റെ പുറത്തുള്ളത് പോട്ടെ, കേരളത്തിൽ ഒരുപാട് മക്ബറകളിൽ സന്ധ്യാസമയമായി കഴിഞ്ഞാൽ ഇത് നിലവിളക്ക് കൊളുത്തുന്നതാണ്. എല്ലാവരും വന്ന് തിരി കൊളുത്തിപ്പോവും, ചന്ദനത്തിരിയും കത്തിച്ചു. ഇതൊക്കെ സ്ഥലം മാറിയപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇത് വേറെ സ്ഥലം, ഇത് പള്ളി ആയതുകൊണ്ട് കുഴപ്പമില്ല. ആ നിലവിളക്കുമ്പോൾ ഹലാലെന്ന് എഴുതിയ പ്രശ്നം ഉണ്ടാവുകയാണോ? അതും കൂടി ഒന്ന് പറയായിരുന്നു. എന്തിനാ ഉസ്താദ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം? നിലവിളക്ക് കൊളുത്തൽ വിവാദത്തിൽ ഫാത്തിമ തഹ്ലിയെ തള്ളി സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം. പൊതുവേദിയിൽ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നടത്തേണ്ടതില്ല. പൊതുചടങ്ങിൽ വിളക്ക് കൊളുത്തുന്നത് ആരാധന എന്ന രീതിയിലാണെങ്കിൽ മുസ്ലിം ജനപ്രതിനിധി മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും ഉമർ ഫൈസി മുക്കം. ദീപാരാധന, സൂര്യാരാധന, ഇങ്ങനെ തുടങ്ങി കണ്ടതിനൊക്കെ ആരാധിക്കുക എന്ന് പറഞ്ഞ സമ്പ്രദായം മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല. ആരാധനയുടെ അർത്ഥം നൽകുന്ന മേഖലകളിലും അതുമായി ബന്ധപ്പെടാനും പാടില്ല. ദീപാരാധനയിൽ പുണ്യങ്ങൾ ഉണ്ടാകും, ആ തുടങ്ങാൻ പോകുന്ന വിഷയം അതിനൊരു വളർച്ചയും പുരോഗതിയും ഉണ്ടാകും എന്ന ഒരു ദർശനത്തിന്റെ പേരിലാണ് വിളക്ക് കത്തിച്ചുകൊണ്ടുള്ള ആരാധന സമ്പ്രദായം പൊതുവേദിയിലേക്ക് കടന്നു വന്നത്. അത് ആ ഒരു നിലക്കാകുമ്പോൾ അതിനോട് ഒരു മുസ്ലിം ഏകദൈവ വിശ്വാസിയാകുന്ന ആൾക്ക് അത് ചെയ്യുന്നതിൽ മാറി നിൽക്കുന്നതാണ് നല്ലത്. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജി, എന്താണ് വ്യക്തമാക്കുന്ന നിലപാടവർ? ഈ നിലവിളക്ക് വിവാദം വലിയ തലത്തിലുള്ള വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. സമസ്ത കേന്ദ്ര മുഷാവറ യോഗമടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നലെ അത്തരത്തിലുള്ള സമീപനം ശരിയല്ല, ഫാത്തിമ തഹ്ലിയ MLA തിരുത്തുന്ന സമീപനമാണ് മുഷാവറ യോഗത്തിൽ, സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗത്തിൽ നിലപാടെടുത്തത്. അതേ നിലപാട് തന്നെയാണ് കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗവും ഒപ്പം തന്നെ സെക്രട്ടറിയും കൂടിയായിട്ടുള്ള ഉമർ ഫൈസി മുക്കം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഉമർ ഫൈസി മുക്കം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്, അതായത് പൊതുവേദിയിൽ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നടത്തേണ്ടതില്ല, വിളക്ക് കൊളുത്തുന്നത് ആർക്കും ചെയ്യാവുന്നതാണ്, ആരാധന എന്ന രീതിയിൽ കൊളുത്തുന്നത് മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല, ആരാധനയുടെ ഭാഗമായുള്ള വിശ്വാസത്തിന്റെ പേരിലെങ്കിലും തെറ്റ്, പൊതുചടങ്ങിൽ വിളക്ക് കൊളുത്തുന്നത് ആരാധന എന്ന രീതിയിലാണ്, ഒരു മുസ്ലിം ജനപ്രതിനിധി മാറി നിൽക്കുന്നത് നല്ലതാണ് എന്നാണ് ഉമർ ഫൈസി പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഉദ്ഘാടനത്തിന് വിളക്ക് കൊളുത്തുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ട്. ഞാനത് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ജാഹിലാണ്, ഞാൻ തീവ്രവാദിയാണ്, ഞാൻ ജിഹാദിയാണ്, നിങ്ങൾ പല പേരിട്ട് വിളിച്ചോളി. നാട്ടിൽ നടക്കണതാണ് ഞാൻ പറഞ്ഞത്. പല മക്ബറകളിലും സന്ധ്യാസമയത്ത് നിലവിളക്കിൽ വിളക്ക് കൊളുത്തുന്നുണ്ട്, മനസ്സിലായില്ലേ?
അതിന് നിങ്ങൾ എന്നെ എന്ത് രീതിയിൽ പറഞ്ഞാലും ശരി, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ.